നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയുമൊക്കെ ഇതുവരെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ചെയ്തു പോയ സർവ തെറ്റുകുറ്റങ്ങളും അപരാധങ്ങളും അത്യുദാരനായ പടച്ച റബ്ബ് ഈ ദിവസത്തിൻ്റെ ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പൂർണ്ണമായി മഗ്ഫിറത്ത് പ്രദാനിച്ച് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, മറ്റ് ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാത്തിനും ശിഫ തന്ന്, സലാമത്ത് തന്ന്, സൗഖ്യം തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, മസ്ജിദിൻ്റെ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ, പ്രത്യേകം ഇന്ന് ഖബറടക്കപ്പെട്ട മാതാവ്, ഏവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനിക്കട്ടെ. നാളെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഏറ്റവും പരിശുദ്ധമായ 4 മാസങ്ങൾ അതിനെപ്പറ്റി പരാമർശിച്ച ആ ആയത്തിൽ സൂചിപ്പിക്കപ്പെട്ട 4 മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസം എന്ന നിലക്കും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഇബാദത്ത് ചെയ്യാനും നോമ്പനുഷ്ഠിക്കാനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മാസം എന്ന നിലക്കും നമ്മളിപ്പോൾ കടന്നു പോകുന്ന വിശുദ്ധമായ മുഹറം, അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ, അവസാനിക്കുന്നത് വരെ ഏറ്റവും അനുഗ്രഹീതമാണ്, ഏറ്റവും പവിത്രമാണ്. പടച്ചവന്റെ ഭാഗത്തു നിന്ന് ധാരാളം നന്മകളും മറ്റു നേട്ടങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കാരണമാകുന്ന ഒരു മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം മാസത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട അനുഗ്രഹീതമായ ദിവസം മുഹറം 10 എന്ന ആശുറാഇന്റെ ദിവസം തന്നെയാണ്. വരുന്ന ബുധനാഴ്ചയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 ആശുറാഇന്റെ ദിവസമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ചൊവ്വാഴ്ച മുഹറം 9-ഉം ബുധനാഴ്ച മുഹറം 10-ഉമാണ്. പ്രവാചകന്മാരുടെ ധാരാളം ചരിത്രങ്ങൾ കൊണ്ട്, ചരിത്ര സംഭവങ്ങൾ കൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഉള്ള ധാരാളം പ്രവാചക ചരിതങ്ങളുടെ ഓർമ്മകൾ, സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് പരിശുദ്ധമായ ആശുറാഇന്റെ മുഹറം 10-ന്റെ ദിവസം എന്നുള്ളത്. താബല്ലാഹു ഫീഹി അലാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പശ്ചാത്താപം സ്വീകരിച്ച ദിവസം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം 10-മായി ബന്ധപ്പെട്ട പ്രവാചക ചരിത്ര സംഭവങ്ങൾ പല പല ഹദീസുകളിലൂടെയായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബ, പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ച ദിവസം.
വറഫഅ ഫീഹി ഇദ്രീസ് അലൈഹിസ്സലാം മകാനൻ അലിയ. ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉന്നതമായ സ്ഥാനത്തേക്ക്, സ്വർഗത്തിലേക്ക് അള്ളാഹു ഉയർത്തിയ ദിവസം. ഇദ്രീസ് നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് അള്ളാഹു ഉയർത്തിയ ദിവസം. വഅഖ്റജ നൂഹൻ മിനസ് സഫീന. മഹാജലപ്രളയത്തിൽ കപ്പലിൽ സഞ്ചരിച്ച നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കപ്പലിലുണ്ടായിരുന്ന വിശ്വാസികളായ ജനതയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസം. വന്നജാ ഇബ്രാഹിം മിനൻ നാർ. തീക്കുണ്ടാരത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ട ദിവസം. വഅൻസലല്ലാഹു ഫീഹി തൗറാത്ത അലാ മൂസ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ തൗറാത്ത് എന്ന ഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്ത ദിവസം. ഫീഹി ഫലഖൽ ബഹർ ലിബനി ഇസ്രായീൽ. ബനു ഇസ്രായേൽ സമൂഹത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദ്രം പിളർത്തി മാറ്റിയിട്ട്, രണ്ടാക്കി മാറ്റിയിട്ട്, ഫിറഔനിന്റെയും കിങ്കരന്മാരുടെയും അതിക്രൂരതകളിൽ നിന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ദിവസം. വഅഖ്റജ ഫീഹി യൂസുഫ് മിനസ് സിജ്ൻ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ജയിലിൽ നിന്ന് മോചിപ്പിച്ച ദിവസം. വറദ്ദ ഫീഹി അലാ യഅഖൂബ് ബസറ. യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു കൊടുത്ത ദിവസം. വഫീഹി കശഫൽ ളുർ അൻ അയ്യൂബ് അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിക്കൊടുത്ത ദിവസം. രോഗങ്ങൾ മാറ്റിക്കൊടുത്ത, നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെല്ലാം അല്ലാഹു തിരിച്ചു കൊടുത്ത ദിവസം. വഫീഹി അഖ്റജ യൂനുസ് മിൻ ബത്നിൽ ഹൂത്ത്. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസം. ഫീഹി അഅതല്ലാഹു സുലൈമാൻ അലൈഹിസ്സലാം അൽ മുൽക്ക്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാധികാരം നൽകിയ ദിവസം. ഇങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഉള്ള ധാരാളം പ്രവാചകന്മാരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ചരിത്ര മുഹൂർത്തങ്ങൾക്ക് എല്ലാം സാക്ഷിയായ ദിവസമാണ് മുഹറം 10 എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല പല ഹദീസുകളിലൂടെ, വ്യത്യസ്ത ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ മുഹറം 10 ബന്ധപ്പെട്ട് ആദ്യം നാം മനസ്സിലാക്കേണ്ടത് അതാണ്. നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ ഇത്തരം ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ് മുഹറം 10. അതാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി മുഹറം 10 ബന്ധപ്പെട്ട് റസൂല് പഠിപ്പിച്ച ചില സുന്നത്തുകളുണ്ട്. നമുക്ക് സമയം വളരെ കുറവാണ്. ഉള്ള സമയത്തിൽ ഒതുങ്ങി നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം. മുഹറം 10 ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില സുന്നത്തുകളുണ്ട്. അതിലേറ്റവും പ്രധാനമായത് നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് തന്നെയാണ്. മുഹറം 10 നോമ്പിന് വല്ലാത്ത കൂലിയാണ്. മുഹറം 10 അന്ന് നോമ്പനുഷ്ഠിക്കുന്നതിന് എന്നല്ല, മുഹറമിലെ ഓരോ നോമ്പിനും വല്ലാത്ത കൂലിയാണെന്നാണ്. സഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും കൂടുതൽ അങ്ങ് ഇഷ്ടപ്പെടുന്ന സമയമേതാണ്, മാസമേതാണ് റസൂലേ? വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏത് സമയാണ്?
പിന്നെ ഏത് മാസമാണ് നോമ്പനുഷ്ഠിക്കാൻ അങ്ങ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തത് ഷഹ്റുല്ലാ എന്നറിയപ്പെടുന്ന, അള്ളാഹുവിന്റെ മാസം എന്നറിയപ്പെടുന്ന മുഹറം മാസമാണ് സഹാബ. റസൂലിന്റെ മറുപടി അങ്ങനെയായിരുന്നു. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ റസൂൽ ഇഷ്ടപ്പെട്ടിരുന്ന മാസം, റസൂൽ നിർവഹിച്ചിരുന്ന മാസം. അതുകൊണ്ട് തന്നെ മുഹറത്തിലെ ഏത് നോമ്പും, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ്, വ്യാഴാഴ്ച ദിവസത്തെ നോമ്പ്, അതിന് കൂലി കൂടുതലാണ് മറ്റു മാസങ്ങളെക്കാൾ. മാസത്തിലെ 3 നോമ്പുകളുണ്ട്. അറബ് മാസം 13, 14, 15. ഈ ദിവസങ്ങളിലെ നോമ്പ് അത് മുഹറമിലാണെങ്കിൽ അതിന് കൂലി കൂടുതലാണ്. മുഹറം 9, 10, 11 3 ദിവസവും നോമ്പ് പിടിക്കൽ പുണ്യമാണ് എന്ന ഹദീസുകളുണ്ട്. 10-ന് മുമ്പ് ഒരു ദിവസവും ശേഷം ഒരു ദിവസവും അങ്ങനെ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അതല്ല, മുഹറം 9ഉം 10ഉം നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. അങ്ങനെയുണ്ട് ഹദീസുകൾ. ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ മുഹറം 10ന്റെ നോമ്പെങ്കിലും നിർബന്ധ ബുദ്ധിയോടെ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം. അത് സുന്നത്തല്ലേ? മുഹറമിലെ നോമ്പ്, മുഹറം 10ന്റെ നോമ്പ്, 9ന്റെ നോമ്പ്, അറഫയുടെ നോമ്പ്, അത് സുന്നത്തല്ലേ? അത് പിടിച്ചില്ലേലും കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകരുത്. നാം ചെയ്യുന്ന ഇത്തരം സുന്നത്തുകളുടെ മൂല്യം ദുനിയാവിൽ വെച്ച് നമുക്ക് മനസ്സിലാകാത്തതാണ്. നമ്മൾ ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ഇത്തരം സുന്നത്തുകളുടെ അതിന്റെ വലിപ്പവും അതിന്റെ മൂല്യവും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി, എന്റെ ഉമ്മത്ത് ഫസാദാകുന്ന സമയം, അവസാന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ എന്റെ സുന്നത്തൊരാൾ മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, 100 ഷഹീദിന്റെ കൂലിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു ഷഹീദല്ല, 100 ഷഹീദിന്റെ കൂലിയാണ്. അവസാന കാലഘട്ടം, ഉമ്മത്ത് ഈമാനികമായി ഫസാദായി പോകുന്ന കാലഘട്ടം, കെട്ടകാലം. ആ കാലഘട്ടത്തിൽ എന്റെ ഏതെങ്കിലും ഒരു സുന്നത്തൊരാൾ മുറുകെ പിടിച്ചാൽ എന്ത് കൂലിയാണ്? 100 ഷഹീദിന്റെ കൂലിയാണ്. പരിശുദ്ധമായ ദീനിനു വേണ്ടി ശത്രുക്കളോട് നേരിട്ട് യുദ്ധം ചെയ്ത് മരണം വരിച്ച രക്തസാക്ഷികൾ, അങ്ങനത്തെ 100 പേർക്ക് അല്ലാഹു കൊടുക്കുന്ന കൂലിയാണ്. അവസാന കാലഘട്ടത്തിൽ ദീനിൽ നിന്ന്, സുന്നത്തിൽ നിന്ന് മനുഷ്യന്മാര്, മുസ്ലിം എന്ന പേരുള്ളവർ തന്നെ അകന്നകന്നു പോകുന്ന കാലഘട്ടത്തിൽ അത് മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് അല്ലാഹ് നൽകുന്നത് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വെള്ളിയാഴ്ചയായിട്ട് ബന്ധപ്പെട്ട് സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ്. അള്ളാന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലൽ വെള്ളിയാഴ്ച സുന്നത്താണ്. അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യൽ സുന്നത്താണ്. വെള്ളിയാഴ്ചയായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകം സുന്നത്താണ്. പാരായണം ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, പ്രത്യേകിച്ച് കാരണവന്മാർ, സ്വലാത്ത് ചെല്ലുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു ഏറ്റവും വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യാണ്. ആ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ്. കഹ്ഫ് ഓതൽ സുന്നത്താണ്. നഖം വെട്ടൽ സുന്നത്താണ്. താടിയും മുടിയും ഒക്കെ ഒതുക്കൽ, താടി വടിക്കലല്ല, താടിയും മുടിയും ഒക്കെ ഒതുക്കൽ, അത് സുന്നത്താണ്. ജുമയുടെ സുന്നത്തോടുകൂടെ കുളിക്കൽ, അത് പ്രത്യേകം സുന്നത്താണ്. സാധാരണക്കാർക്ക് പോലും ഇമാമത്ത്, തലപ്പാവ്, തലയെക്കെട്ട്, അത് വെള്ളിയാഴ്ച സുന്നത്താണെന്നാണ്. മുസ്ലിയാക്കന്മാർക്ക് മാത്രമല്ല, സാധാരണക്കാർക്ക് പോലും വെള്ളിയാഴ്ച ദിവസത്തിൽ തലപ്പാവ് സുന്നത്താണ്, തലയെക്കെട്ട് സുന്നത്താണ്. നമ്മുടെ ഇവിടെ പള്ളിയിൽ ഒറ്റപ്പെട്ടാണെങ്കിലും നമ്മുടെ കാരണവന്മാര് ചിലര് തലപ്പായുമായിട്ടിരിക്കുന്നവരുണ്ട്. അത് വെള്ളിയാഴ്ചയുടെ സുന്നത്ത്, അതിന്റെ കൂലി എനിക്ക് ലഭിക്കണം എന്ന നിയ്യത്തോടുകൂടെ നിരന്തരം ചെയ്യുന്ന ആളുകൾ, അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഈ അവസാന കാലഘട്ടത്തിൽ മുറുകെ പിടിക്കുന്നവർക്ക് അള്ളാഹ് നൽകുന്ന കൂലി 100 ഷഹീദിന്റെ കൂലി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി നല്ല നിയ്യത്തോടുകൂടെയാണെങ്കിൽ വല്ലാത്ത കൂലിയാണ്. നല്ല നിയ്യത്തോടുകൂടിയാണെങ്കിൽ സുന്നത്തുകളുടെ സ്വാധീനം ദുനിയാവിലും ആഖിറത്തിലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്.
ദുന്യാവിലും ആഖിറത്തിലും സുന്നത്തുകളുടെ സ്വാധീനം ആഖിറത്തിൽ മാത്രമല്ല ദുന്യാവിലും മാത്രമല്ല ആഖിറത്തിലും വിഷമയമുള്ള ഭക്ഷണമാണ് നമുക്കിടയിൽ നമ്മൾ കഴിക്കുന്നതെല്ലാം. അതാണ് വിഷമില്ലാത്ത ഭക്ഷണമില്ല. പച്ചക്കറി ആണെങ്കിലും മത്സ്യമാണെങ്കിലും എന്താണെങ്കിലും ഇതില്ലാത്തത് എന്നുള്ളത് വല്ല ചക്കയും ചേമ്പും ഒക്കെ ഉള്ളൂ. അതൊന്നും നമ്മുടെ മക്കൾക്ക് വേണ്ട അന്നത്തെ കാലഘട്ടത്തിൽ. ഇതൊക്കെ പഴയ കാരണന്മാർക്ക് മാത്രം മതി. ബാക്കിയെല്ലാം വിഷമയമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ഖാലത്തിൽ മലായിക, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ പറയും, ബാറക്കല്ലാഹു ലക്കും ഫീ തആമിക്കും, നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പടച്ചവന്റെ മലക്കുകൾ പറയും. ഭക്ഷണം കഴിക്കാൻ നേരത്ത് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകട്ടെ. ഇതിനെയൊക്കെ തട്ടിമാറ്റാനുള്ള മാർഗം അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ. അല്ലാതെ ഇത് ഇല്ലാത്തത് കഴിക്കാൻ, വിഷമില്ലാത്തത് കഴിക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂലല്ലോ. റസൂല് പറയുകയാണ്, ബിസ്മി ചൊല്ലിക്കണ്ടാണോ കഴിക്കുന്നത്, നിങ്ങൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകട്ടെ എന്ന് മലക്കുകൾ ദുആ ചെയ്യുന്നതാണ്. അത് മതി ആ ഭക്ഷണത്തിന്റെ നന്മയ്ക്കും സുരക്ഷയ്ക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വളരെ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ മൂത്രസംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എണ്ണം കൂടുതലാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക്, ഖലായിലേക്ക് കയറുന്നതിനു മുമ്പ് നിങ്ങൾ പറയണം, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിഥി. ആൺ പിശാചിനെ തൊട്ടും പെൺ പിശാചിനെ തൊട്ടും റബ്ബേ നിന്നോട് കാവൽ തേടിക്കൊണ്ട് നിന്റെ നാമം ഉരുവിട്ടുകൊണ്ട് ഞാൻ ഈ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നു അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടാകണം ഒരാൾ ബാത്റൂമിലേക്ക്, ഖലായിലേക്ക് പ്രവേശിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇതിന്റെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്കറിയില്ലാത്ത കാര്യമല്ല. ആൺപെൺ പിശാചുക്കളുടെ സാന്നിധ്യം അതിനുള്ളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ദുആ ചെയ്യാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ദുആ ജീവിതത്തിൽ ഇതുവരെ ചൊല്ലാത്ത ആളുകൾ ഉണ്ടാകും. ടോയ്ലറ്റിലേക്ക് കയറുമ്പോ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കും സ്വയം. ജീവിതത്തിൽ ഇതുവരെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തായ ദുആയാണ്. ജീവിതത്തിൽ ഇതുവരെ അങ്ങനൊരു ദുആ ചൊല്ലാതെ ഇതുവരെയും ചൊല്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഈ സാധനങ്ങളുടെ സാന്നിധ്യം അതിൻ്റെ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ അള്ളാന്റെ റസൂൽ അത് പഠിപ്പിച്ചു തന്നത്. ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട മര്യാദകൾ: ഇടത് കാല് വെച്ച് കയറണം, വലത് കാല് വെച്ചിറങ്ങണം, തലമറയ്ക്കണം, ഇറങ്ങിക്കഴിയുമ്പോ ദുആ ചെയ്യണം. ശ്രദ്ധിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയണില്ല. ഉള്ളിൽ പാദരക്ഷ ധരിക്കണം, ചെരുപ്പ് ധരിക്കണം. നമ്മുടെയൊക്കെ വീട്ടിൽ ഓരോ റൂമിലും ഓരോ ബാത്റൂമുകൾ ഉണ്ടാകും. ഓരോ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളും കോമൺ ബാത്റൂമുകളും, വെളിയിൽ വേറെ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ഉണ്ടാകും. എല്ലാത്തിന്റെ ഉള്ളിൽ ചെരുപ്പ് അത് നിർബന്ധമാണ്. ഉണ്ടോന്ന് നമ്മൾ പരിശോധിക്കുക. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോ ബാത്റൂമിൽ കയറേണ്ടി വരുമ്പോ ഉള്ളിൽ ചെരുപ്പില്ലാത്തത് സ്ഥിരം കാഴ്ചയാണ്. നമ്മൾ ഉപയോഗിച്ച ആ പഴയ ചെരുപ്പുകൾ ഒന്ന് കഴുകുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലൊന്ന് ഇട്ടാതി. അള്ളാന്റെ റസൂലിന്റെ സുന്നത്താണ്. ഒപ്പം ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നുള്ള മോചനമാണ്. ഒരു ചെറിയൊരു ശ്രദ്ധ മതിയല്ലോ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ചര്യയാക്കി മാറ്റാൻ. അതിലൂടെ അള്ളാന്റെ റസൂലിന്റെ വലിയൊരു സുന്നത്ത് മുറുകെ പിടിക്കുന്നു, അത് പതിവാക്കുന്നു എന്നതിന്റെ വലിയ കൂലി ഈ അവസാന കാലഘട്ടത്തിൽ നേടിയെടുക്കാനും നമുക്ക് സാധിക്കല്ലേ. അതുകൊണ്ട് അത് സുന്നത്തല്ലേ. മുഹറം 10 നോമ്പ് അത് സുന്നത്തല്ലേ. അതിന്റെ തുപ്പെന്താ, അത് ചെയ്തില്ലേലും കുഴപ്പമില്ലല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. മുഹറം 10 നോമ്പ് സുന്നത്താണ്. രണ്ടാമതൊന്ന്, ജീവിതത്തിൽ, കുടുംബത്തിൽ, വീട്ടിൽ, ഭാര്യ മക്കളിൽ വിശാലത ചെയ്യുക.
അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒരു ഹദീസാണ്. മുഹറം 10 ബന്ധപ്പെട്ട് കുടുംബത്തിൽ വിശാലത ചെയ്യുക. അന്നത്തെ ദിവസം ഒരു പെരുന്നാള് പോലെ ചെലവ് ചെയ്യുന്നതിലൊക്കെ, നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കുന്നതിൽ, ആ ഭക്ഷണത്തിലും എല്ലാത്തിലും ഒരു വിശാലത, ഒരല്പം എക്സ്ട്രാ കൂടുതൽ. സാധാരണ 1/2 കിലോ ഇറച്ചിയാ മേടിക്കണമെങ്കിൽ അന്ന് 1 കിലോ മേടിക്കുക. എല്ലാവർക്കും ഒരു സന്തോഷം വരാൻ പാകത്തിന് അങ്ങനത്തെ ഒരു സന്തോഷ കുടുംബ അന്തരീക്ഷം ആ മുഹറം 10 സൃഷ്ടിക്കുക. അത് അങ്ങനെ മുഹറം 10 ബന്ധപ്പെട്ട ഒരു സുന്നത്താണത്. അതങ്ങനെ ചെയ്താൽ വർഷം മുഴുവനും ആ കുടുംബത്തിൽ, ജീവിതത്തിൽ അള്ളാഹു വിശാലത ചെയ്യാൻ അത് സബബാകും, കാരണമാകും എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം പറയാണ്, 40 വർഷം ഞാനിത് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. 40 വർഷക്കാലം മുഹറം 10 എന്ന ജീവിതത്തിൽ, കുടുംബത്തിൽ വിശാലത ചെയ്യുമ്പോ അതിന്റെ നന്മ ആ ബാക്കി വരുന്ന വർഷം മുഴുവനും ഞാൻ നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ് എന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്. അതുകൊണ്ട് മുഹറം മാസവുമായി ബന്ധപ്പെട്ടും മുഹറം 10 ബന്ധപ്പെട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം സുന്നത്തായ കാര്യങ്ങൾ നിസ്സാരമാക്കി, അത് സുന്നത്തല്ലേ, റമദാനിലെ നോമ്പ് മിറ്റൊന്നല്ലല്ലോ, ഇത് സുന്നത്തല്ലേ, അത് പിടിച്ചില്ലേലും ഇപ്പൊ എന്താ കുഴപ്പം, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത്. നഷ്ടപ്പെടുത്താതെ വരുന്ന ബുധനാഴ്ചയാണ് മുഹറം 10. ആ മുഹറം 10 നമ്മൾ നോമ്പനുഷ്ഠിക്കണം. ചൊവ്വാഴ്ചയാണ് മുഹറം 9. മുഹറം 9 നമ്മൾ ചേർത്ത് പിടിക്കണം. കഴിയുന്നവർ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പിന്റെ കൂലി കൂടി കിട്ടും. മുഹറം 11 കൂടി പിടിക്കാൻ ശ്രമിക്കുക. മുഹറം തീരുന്നത് വരെയുള്ള എല്ലാ ആഴ്ചകളിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള നോമ്പുകൾ അനുഷ്ഠിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അവരെല്ലാവരും അത്തരം നോമ്പിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുക. മുഹറം 10 ദിവസം പ്രത്യേകം ജീവിതത്തിൽ, കുടുംബത്തിൽ, മക്കളിൽ, ഭാര്യമാരിൽ ചെലവ് ചെയ്യുന്നതിൽ വിശാലത കാണിക്കാൻ, ഒരു സന്തോഷ ആഘോഷ പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ, അനുവദനീയമായ നിലക്കുള്ള, ഹലാലായ നിലക്കുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തായ അമലുകളാണിത്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ ദിവസങ്ങളുടെ, ഈ മാസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ബറക്കത്തുകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിലും, കുടുംബങ്ങളിലും, കച്ചവടങ്ങളിലും, സ്ഥാപനങ്ങളിലും, നമ്മുടെ മഈശത്തിന്റെ വഴികളിലും ഒക്കെ വലിയ വലിയ നേട്ടമായി, വിജയമായി, സന്തോഷമായി അല്ലാഹു ചൊരിഞ്ഞു തന്ന് അനുഗ്രഹിക്കട്ടെ.